സോ ആദ്യമേ തന്നെ നിങ്ങളെ 3 പേരെയും ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്കും സൗത്ത് സൈഡ് കാർണിവലിന്റെ ഷോയിലേക്കും വെൽക്കം ചെയ്യാണ്. ഞാൻ RHDയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഇരിക്കുന്ന അതേ ഓർഡറിൽ വരാം. ആൻഡ് നമ്മൾ ഫേസ്ബുക്ക് ലൈവും കൂടിയാണ്. ഇപ്പൊ ഫേസ്ബുക്ക് കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കണ്ട് കേൾക്കാം, കാണാം. അല്ലാത്തൊരു തൽക്കാലം നമ്മൾ റേഡിയോയിൽ കേൾക്കാം. ആളെ ഒന്ന് പരിചയപ്പെടാം. മിഷാലിന്റെ വിശേഷം എന്തൊക്കെയാണ്? എന്താണ് കുറച്ചുകൂടി മൈക്കിന്റെ അടുത്തേക്ക് വരോ? അതെ, ഇപ്പം കുറച്ച് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, ഒരു കുറച്ചധികം കമ്മിറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഓരോ തിരക്കുകളിലാണ്. ഇപ്പം കൂടെ കോളേജ് സ്റ്റുഡന്റ് ആണ്, ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ് ഞാൻ, ആർക്കിടെക്ചർ 5th ഇയർ. ഓക്കെ, സോ കോളേജിലേക്ക് എങ്ങനെയാ മിഷൽ ആസ് എ സിംഗർ അവിടുത്തെ ഒരു റീച്ച്? ഐ മീൻ കോളേജില് അറിയാം, അവിടുത്തെ പെർഫോമൻസസ് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും കൊടുത്ത് ഈ ഒരു സാധനം ഉണ്ടാകുമ്പോൾ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകുന്ന ആ ഒരു കാര്യമുണ്ട്. ആ ഒരു ബാലൻസിങ്ങില് ഫൈനൽ ഇയർ ആയില്ലേ? ഫൈനൽ ഇയർ ആയി. ഇത് കഴിഞ്ഞ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മള് തള്ളി നീക്കിയതിനെ ഫിനിഷ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫോക്കസ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഇതിലോട്ടും പിന്നെ നമ്മളെ പഠിച്ച സാധനം പിന്നെ തീർച്ചയായിട്ടും എന്താ പഠിക്കുന്നത്? ആർക്കിടെക്ചർ. വാ, ശരി. അപ്പൊ നമുക്ക് മിഷാലിനൊന്ന് പാട്ടിലൂടെ പരിചയപ്പെടാം. കലകാരന്റെ വാതിലേക്ക് വന്നു മുട്ടും, പക്കുട്ടി നേരത്തിൽ കത്തും, ചോട്ടിന്റെ മട്ടത്തിൽ വന്നു നാട്ടുകാരെ ചോദ്യങ്ങൾ വാരിക്കൂജി വാങ്ങിട്ട് തിരിച്ചൊന്നും മിണ്ടാതെ അവിടുന്ന് സ്ഥലം വിട്ട് അസൂയക്കർ മൂത്തിട്ട് കണ്ണ് കടി കൊണ്ടിട്ട് മുഖം പൊത്തി നാട് വിട്ട് മനസ്സിൽ പക വെച്ച് വശി മൊത്തം തലേ കയറി തിരിച്ചടി ഒരുക്കിട്ട് മറുപടി കൊടുത്തിട്ട് അന്തസ്സോടെ നടന്നിട്ട് തുണിവസം പറയുന്ന നിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ് തീ വെച്ച് കൊളത്തിട്ട് പണം വിട്ട് പറത്തിച്ചു. And that is മിഷൽ. കഥകളി എന്ന് പറയുന്ന മിഷലിനൊരു പാട്ടാണ് നമ്മളിപ്പോൾ. സ്റ്റേജ് പെർഫോമൻസസ് ഞാൻ ഇപ്പൊ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ മുന്നേ വരെ ഞാൻ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടില് അല്ലെങ്കിൽ എന്താ പറയാ കോളേജിന്റെ ആ ഒരു സറൗണ്ടിങ്സിൽ അവിടുത്തെ ആൾക്കാരുടെ കൂടെ കവർ സോങ്സ് ചെയ്യും. ഇപ്പോ ഈ വെസ്റ്റേണിലെ ഇപ്പൊ ജോയിനർ ലൂക്കസ്, കെൻഡ്രിക് ലമാർ, ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളുടെ കവർ സോങ്സ്, റാപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ മെയിൻ സ്റ്റേജ് പെർഫോമൻസ് പറഞ്ഞാൽ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. ഞാൻ ഗിറ്റാറാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പൊ റാപ്പ് തുടങ്ങിയപ്പോ കവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇപ്പോഴാണ് എന്റെ ഒറിജിനൽസ് വന്നു തുടങ്ങിയത്. അപ്പൊ ഒറിജിനൽസ് ഞാൻ എന്റെ ഫസ്റ്റത്തെ പെർഫോമൻസ് ആണ് എന്റെ ഒറിജിനൽസിന്റെ. അപ്പൊ ഇവിടെ നടക്കാൻ പോണത്. അപ്പൊ ഒരു ഒഫീഷ്യൽ ഒരു ലോഞ്ച് പോലെ നമുക്ക് കരുതാല്ലേ ഒറിജിനൽസിന്റെ എന്ന് പറയാൻ നേരത്തെ. ഇത്രയും കാലം കവർ സോങ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഒറിജിനൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാല് കവർ സോങ്സ് ചെയ്യുന്നതാണെങ്കിലും അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ആ ഒരു സർക്കിൾ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിന്റെ മുന്നിൽ കോളേജ് ഇവന്റ്സിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ശരി, ഞങ്ങളുടെ സ്വന്തം കോളേജിന്റെ. ശരി, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മുടെ സോങ് തകർക്ക്. ഒന്നും നോക്കണ്ട, നമ്മൾ ഈ ന്യൂ ചാലഞ്ചിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എത്രമാത്രം ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ലോകത്തെ എവിടെയൊക്കെ കോൺസെർട്ട് നടക്കുന്നുണ്ടെങ്കിലും കേരളം അല്ലെങ്കിൽ നമ്മുടെ നാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന ഒരു സ്ഥലം UAE ആണ്, ദുബായ് ആണ്. അതിൻ്റെ അകത്ത് അത്രയധികം നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ടാലന്റുകളായിക്കോട്ടെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. സോ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. 5 മണിയോടെയാണ് ആരംഭിക്കുന്നത്. സോ 5 to 10 ഇവരെല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ പാൽഡബ വന്നിട്ടുണ്ടായിരുന്നു. MHR ഇനിയിപ്പം വരുന്നുണ്ട് ഇന്ന്. അതുകൂടാതെ ലിൽ പൈൻ എത്തുന്നുണ്ട്. ഒപ്പം നമ്മുടെ ആര്യയുണ്ട്, മിഷാലുണ്ട്, RHD ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പല ജോണറിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ ഒരു മലയാളം തമിഴ് മിക്സ് ആണ് നമ്മുടെ ക്രൗഡും. അതുപോലെ തന്നെയാണ് നമ്മുടെ മ്യൂസിക്കിൽ വരാൻ നേരത്തും ആ ഒരു മലയാളം തമിഴ് മിക്സ് നൽകി തന്നെയാണ് എല്ലാവരും പെർഫോം ചെയ്യാൻ പോകുന്നതും. സോ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. 3 പേരെ നാളെ സ്റ്റേജിൽ ഞങ്ങൾ കാണുന്നതായിരിക്കും. തകർക്ക് അടിച്ച് പൊളിക്കുക, ഒന്നും നോക്കാനായിട്ടില്ല. ഇനി എന്താ നമ്മളെ ലിസണേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്? നാളെ വരാൻ പോകുന്നത് നാളെ വൈകുന്നേരമാണ് പരിപാടി. സോ എല്ലാരും വരിക. പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് ഉഷാറാക്കാതെ ആൾക്കാര് യൂത്ത് ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാരും വരിക. യൂത്ത് നിങ്ങളെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വിളിക്കുന്നു. പരിപാടി ഇഷ്ടപ്പെടും. നമ്മൾ അൺറിലീസ്ഡ് സോങ്സ് ഉണ്ട്. ശരി ശരി, കുറെ സാധനങ്ങളുണ്ട് ഇനി ഇറങ്ങാൻ പോകുന്നത്. എല്ലാം അവിടെ കാണാൻ പറ്റും. തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, ഇത് ജസ്റ്റ് ഒരു കർട്ടൻ റൈസർ. നാളെയാണ് യഥാർത്ഥ പരിപാടി. സോ എല്ലാവരും നാളെ അവിടേക്ക് എത്താം. സോ ഇതിൽ ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് qtickets.com ഉണ്ട്. 25 dirhams മുതൽ ടിക്കറ്റുകൾ ആരംഭിക്കും. മാത്രമല്ല വെന്യൂവിൽ നിന്നും ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നാളെ എത്തിസലാത്ത് അക്കാഡമിയിൽ രാവിലെ 9:30 മണിയോടെ ഡോർ ഓപ്പൺ ആകും. 5 to 10 ആണ് നമ്മുടെ മ്യൂസിക് ഈവന്റ്സ് നടക്കുന്നുണ്ടാവുക. സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. Thank you, Nimmi.